മാർട്ടിൻ താൻ ഒരു പെറ്റി കേസിൽ പോലും ഉൾപ്പെട്ടിട്ടില്ല. മാർട്ടിനാണ് നമുക്കറിയാം ഈ വാഹനത്തിൻ്റെ നടിയെ കൊണ്ടുപോയ വാഹനത്തിൻ്റെ ഡ്രൈവർ മാർട്ടിനായിരുന്നു. മാർട്ടിനെ ആദ്യഘട്ടത്തിൽ നിരപരാധിയായിട്ടും മറ്റുള്ളവർ ഒരു ബന്ധവുമില്ലാതെ ആക്രമിക്കുകയായിട്ടാണ് ആദ്യഘട്ടത്തിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ചിന്തിച്ചിരുന്നത്. എന്നാൽ ഈ ഒരു PT തോമസിൻ്റെ ലാലിൻ്റെ വീട്ടിൽ ചെന്ന് കയറിയപ്പോൾ മാർട്ടിൻ ആദ്യത്തെ ദിവസം പ്രതിയായിരുന്നില്ല. പക്ഷേ മാർട്ടിൻ്റെ അസ്വാഭാവികമായ ചില ഇടപെടലുകൾ കണ്ടപ്പോഴാണ് മാർട്ടിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് മാർട്ടിൻ ഈ കുറ്റകൃത്യത്തിൽ പങ്കാളിയാണെന്നുള്ള വിവരം പോലീസിന് ലഭിച്ചത്. എന്തായാലും സഞ്ചാരപാത ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ പൾസസുനിക്കും സംഘത്തിനും കൊടുക്കുന്നതിൽ അല്ലെങ്കിൽ നടിയെ ആക്രമിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രധാനമായ കാര്യങ്ങൾ ചേർത്ത് നിർത്തി ഇവരെ സഹായം ചെയ്യുന്നതിൽ മാർട്ടിൻ പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ടെന്നുള്ളത് കൊണ്ടാണ് മാർട്ടിൻ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസ്ഥാനത്തേക്ക് വന്നത്. എന്തായാലും മാർട്ടിൻ ഇപ്പോൾ പറയുന്നത് എനിക്കൊരു പെറ്റി കേസിൽ പോലും താൻ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യമാണ്. എന്തായാലും കോടതി ഈ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കുകയാണ്. മാത്രമല്ല ഈ കൂട്ടബലാത്സംഗം എന്നുള്ള കുറ്റകൃത്യം എല്ലാവരുടെ ചുമലിലും ചാർത്തല്ലെങ്കിൽ എല്ലാവർക്കും ആ ഒരു കുറ്റം നൽകണമോ എന്നുള്ള കാര്യം ചോദിച്ചിരിക്കുകയാണ്. അതുപോലെ തീർച്ചയായും ഇന്ന് വിധിയിലേക്ക് തന്നെ പോകുമ്പോൾ എല്ലാവർക്കും കൃത്യമായി ഒരേ കുറ്റത്തിനും പൂർണ്ണമായ ശിക്ഷ എല്ലാവർക്കും, അതായത് കഠിന തടവോ ജീവപര്യന്തമോ എല്ലാ പ്രതികൾക്കും കിട്ടുമോ, അതോ ആദ്യത്തെ 1-2 പ്രതികൾക്ക് മാത്രം ആവുമോ അത് കിട്ടുന്നത്, മറ്റുള്ളവർക്ക് അതുമായി ബന്ധപ്പെട്ട കുറഞ്ഞ ശിക്ഷാവിധി കിട്ടുമോ എന്നുള്ള കാര്യമാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അത് കാരണം 7.5 വർഷത്തോളം ഇവർ ജയിലിൽ കടന്ന ആളുകളാണ്. അതുകൊണ്ട് ചില ആളുകൾക്ക് കുറഞ്ഞ ശിക്ഷ ലഭിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർക്ക് പുറത്തേക്ക് വരാനുള്ള സാഹചര്യം കൂടി ചിലപ്പോൾ വലിയ താമസം കൂടാതെ ഉണ്ടായെന്നിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ജീവപര്യന്തം കിട്ടുമോ എന്നതും ഒപ്പം എന്തുകൊണ്ട് ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്നുള്ളതിൻ്റെ ഒരു കാര്യം കൂടി ഇന്നത്തെ വിധി പകർപ്പ് പുറത്തു വരുന്നതോടുകൂടി വരും. എന്തായാലും വിധി പ്രസ്താവം പൂർണ്ണമായാൽ മാത്രമേ ഇവരുടെ ശിക്ഷ വിധിച്ചാൽ മാത്രമേ അത്തരം കാര്യങ്ങളിലേക്ക് കടക്കാൻ കഴിയുള്ളൂ. എന്നാൽ ആ നടപടികൾ ഇപ്പോൾ കോടതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്.